പ്രതികരണം അവര് പ്രതികരിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല എന്ത് ടൈപ്പ് പടാ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് പടമാണ്. പോലീസ് റിലേറ്റഡ് നല്ലൊരു വെറൈറ്റി ആണ്. നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ മനസ്സിലാക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തോന്നിവാസങ്ങൾ വരുന്നുണ്ട്. അത് ഒഴിവായി കിട്ടണം. വെരി നല്ല മൂവിയാ. സസ്പെൻസ് ത്രില്ലർ ആണ്. നല്ലൊരു മെസ്സേജ് ഉണ്ട്. മൂവി വളരെ നന്നായിരുന്നു. അതിന്റെ കൺസ്ട്രക്ഷനിലാണേലും അതിന്റെ മൊത്തം ടോപ്പ് പ്ലോട്ടിലാണേലും വളരെ ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു പുരോഗതി മുന്നോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കൂടുതൽ ആളുകൾ കാണുകയാണെങ്കിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം പ്ലോട്ട് വൈസ് ആണേലും അതിന്റെ കൺസ്ട്രക്ഷനിലാണേലും മേക്കിങ്ങിലാണേലും വളരെ നല്ല ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ ഒരു പോലീസ് കഥയാണെന്നാണ് നമ്മൾ ആദ്യമേ പുറത്തുനിന്ന് പോസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചത്. പക്ഷെ പോലീസിനകത്തെ കഥയാണ് എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. കാരണം ഇതിനകത്ത് കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് പോലീസിനുള്ളിലുള്ള ചില കോംപ്ലിക്കേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ വസ്തുതകളും കൂടെയാണ് എന്ന് തോന്നി പോകുന്നു. പ്രതികരണം അവര് പ്രതികരിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ആദ്യമായിട്ട് നായകനായിട്ട് വന്നതിന്റെ ഒരു ഹാപ്പിനെസ് ഒക്കെയാണ്. ടെൻഷനൊന്നുമില്ല. എന്ത് ടെൻഷനൊക്കെ പണ്ട് വിട്ട് നായകൻ പരിപാടി നല്ലൊരു പരിപാടി ചെയ്തു എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ മെയിൻലി ഇത് കന്നഡയിലാണ് ഷൂട്ട് ചെയ്തത്. ഐ മീൻ കന്നഡയിലും മലയാളത്തിലും ഷൂട്ട് ചെയ്തു. അവർ എനിക്കൊന്നും മെയിൻലി ഫോക്കസ് ചെയ്ത് കന്നഡയിലാണ്. ഇപ്പൊ കന്നഡയിൽ ഇന്ന് തന്നെ റിലീസ് ആയി. അവിടെ എനിക്ക് ഇപ്പൊ നമുക്ക് എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് എക്സാമും പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ കുറവുണ്ട്. എന്തായാലും ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണുക, നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. വളരെ ചെറിയൊരു പടമാണ്, പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ത്രില്ലറാണ്, വന്ന് കാണുക. പോലീസ് സ്റ്റോറിയാണോ? പോലീസ് സ്റ്റോറിയാണ്. കംപ്ലീറ്റ്ലി ഒരു പോലീസ് സ്റ്റേഷൻ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതായത് കേരള കർണാടക ബോർഡറിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതുകൊണ്ട് മലയാളം പടത്തിൽ കുറച്ച് കന്നഡ ഉണ്ട്, കന്നഡ പടത്തിൽ കുറച്ച് മലയാളം ഉണ്ട്. അപ്പം ശരിക്കും ബോർഡർ നടക്കുന്ന സ്റ്റോറി ഇല്ല. ഇപ്പം കന്യാകുമാരി ട്രിവാൻഡ്രം ആ ബോർഡർ പോലെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബോർഡർ നടക്കുന്ന ഒരു പരിപാടിയാണ്. കുഴപ്പമില്ല, നല്ലതായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ടൈം പാസ് ഉണ്ട്, നല്ലതാണ്. പോലീസ് സ്റ്റോറിയാണോ? ചെറിയൊരു പോലീസ് കഥ തന്നെയാണ് അത്. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? പോലീസ് കഥയെന്നല്ല, ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പഴയൊരു നക്സലൈറ്റ് റിവെഞ്ച് ആണോ എന്ന് അതുപോലുള്ളൊരു തോന്നലും വരുന്നുണ്ട് ആദ്യ സമയത്തൊക്കെ. പക്ഷെ നല്ലതാണത്.